ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിനെതിരെ സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാൻ തമിഴ്നാട് വിളിച്ചു ചേർത്ത യോഗത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് RSS ജോയിന്റ് ജനറൽ സെക്രട്ടറിയായ അരുൺകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. RSS ദേശീയ പ്രതിനിധി സമ്മേളനത്തിനിടെയായിരുന്നു പ്രതികരണം. രാഷ്ട്രീയ ലക്ഷ്യമാണോ ഇതിന് പിന്നിലെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ആത്മപരിശോധന നടത്തണമെന്നും മണ്ഡല പുനർനിർണയത്തിന് കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിക്കാത്ത സാഹചര്യത്തിൽ ഇത്തരം ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്നും അരുൺകുമാർ പറഞ്ഞു. BJP ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി ഭിന്നതയില്ല എന്നും ഇരു സംഘടനകളും പരസ്പര വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും അരുൺകുമാർ പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര നീക്കത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ടത് തെക്കേ ഇന്ത്യയുടെ അനിവാര്യതയായി മാറിയിരിക്കുകയാണ് എന്ന സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ 6 സംസ്ഥാനങ്ങൾ ചേർന്നുകൊണ്ട് യോഗം ചേർന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം യോഗത്തിൽ 13 പാർട്ടികളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. YSR, കോൺഗ്രസ്, തൃണമൂൽ പ്രതിനിധികൾ ഒഴികെ പ്രതിപക്ഷ നിരയിലെ മുൻനിര പാർട്ടികളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കാനാണ് ഈ പോരാട്ടമെന്നും മണ്ഡല പുനർനിർണയം തെക്കൻ സംസ്ഥാനക്കാരുടെ പ്രാതിനിധ്യത്തെ ബാധിക്കുമെന്നും അതുകൊണ്ടാണ് ഒന്നിച്ച് എതിർക്കുന്നതെന്നും സ്റ്റാലിൻ പറയുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ ശക്തി കുറയ്ക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് BJP എന്ന് സ്റ്റാലിൻ പറയുന്നുണ്ട്. മണ്ഡല പുനർനിർണയത്തെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾക്ക് വ്യക്തതയില്ല എന്നും 2 വർഷമായി മണിപ്പൂർ കത്തുകയാണെന്നും അവരുടെ ശബ്ദം പാർലമെന്റിൽ എത്തുന്നില്ല എന്നും യോഗത്തിൽ പറഞ്ഞിരുന്നു. അതിനുള്ള പ്രധാന കാരണം അവർക്ക് അംഗബലമില്ലാത്തതാണെന്നും ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡലം പുനർനിർണയിക്കുന്നത് നീതിയല്ല എന്നും സ്റ്റാലിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ 2014 ശേഷം BJPക്ക് ശക്തമായ വളർച്ച കാണാൻ സാധിക്കും. അത് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലാണ്. എന്നാൽ അതേസമയം തന്നെ തെക്കേ ഇന്ത്യയിൽ BJPക്ക് അത്ര കണ്ട് ആഴത്തിലിറങ്ങാൻ സാധിച്ചിട്ടുമില്ല. എന്നാൽ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളായി BJPയെ സംബന്ധിച്ച് തെക്കേ ഇന്ത്യയിലേക്ക് കൂടി ആധിപത്യം വർദ്ധിപ്പിക്കുക എന്ന ശക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള അജണ്ടകൾ പ്രചരണ തന്ത്രങ്ങളായി BJP പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അക്ഷരാർത്ഥത്തിൽ പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷമായിരുന്നു കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് ഇനി ഇന്ത്യ ഒട്ടാകെ പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിനായി ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. ശേഷം ഇനി നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ മണ്ഡല പുനർനിർണയം നടത്തുകയാണ് ലക്ഷ്യം. ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയം ഒരു കെണി തന്നെയാണ്. അതല്ല എങ്കിൽ ഫലപ്രദമായി തന്നെ കുടുംബാസൂത്രണവും മികച്ച ആരോഗ്യ പരിപാലനവും നല്ല വിദ്യാഭ്യാസവും ലഭ്യമാക്കിയതിൻ്റെ തിരിച്ചടി എന്നും വേണമെങ്കിൽ പറയാം. ജനസംഖ്യയിൽ ഒരു നിയന്ത്രണവുമില്ലാത്ത കുടുംബാസൂത്രണ പദ്ധതി പൂർണ്ണ പരാജയമായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ വിസ്ഫോടനമാണ് നടക്കുന്നത്. അതുമൂലം തന്നെ എത്രയോ മടങ്ങ് സീറ്റുകളാണ് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നതും ഇവിടെ കൂട്ടി വായിക്കേണ്ടതാണ്. മാത്രവുമല്ല, ആ മാനദണ്ഡം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സീറ്റുകളിലും വലിയ കുറവാണ് ഉണ്ടാകാൻ പോകുന്നത്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന സമയത്തും ഇത്തരത്തിലുള്ള നീക്കം നടന്നുവെങ്കിലും അന്ന് കരുണാനിധി, ചന്ദ്രബാബു നായിഡു എന്നിവരുടെ ശക്തമായ എതിർപ്പ് മൂലമാണ് അത് നടക്കാതെ പോയത്. കേരളം അന്നും അനങ്ങാപ്പാട നയം തന്നെയായിരുന്നു സ്വീകരിച്ചു പോന്നത് എന്നതും ശ്രദ്ധേയമാണ്. മണ്ഡല പുനർനിർണയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുമേൽ തൂങ്ങിക്കിടക്കുന്ന വാൾ പോലെയാണ് എന്നും ജനസംഖ്യാനുപാതത്തിൽ സീറ്റുകൾ പുനർനിർണയിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടിന് നിലവിലുള്ളതിൽ നിന്ന് 8 ലോക്സഭാ സീറ്റുകൾ കുറയുമെന്നുമാണ് MK സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ തെക്കൻ സംസ്ഥാനങ്ങളുടെ ഒരു സീറ്റും കുറയില്ല എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന അപഹാസ്യപരമാണ് എന്നും സീറ്റുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആനുപാതികമായി ഉയർത്തുകയാണ് വേണ്ടതെന്നും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു പറയുന്നുമുണ്ട്. മാത്രവുമല്ല, ഇത്തരം അവസ്ഥ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അത്ഭുതപൂർവമായ ജനസംഖ്യാ പെരുപ്പം നേരിടാനായി എല്ലാവരും പരമാവധി സന്താനോൽപാദനം നടത്താൻ അദ്ദേഹം ആന്ധ്രയിലെ ജനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുതന്നെ MK സ്റ്റാലിനും തമിഴ്നാട് ജനതയോട് അഭ്യർത്ഥിച്ചിരുന്നു. വളരെ ഫലപ്രദമായി ഫാമിലി പ്ലാനിംഗ് നടപ്പാക്കിയതിൻ്റെ ശിക്ഷയാണ് നമ്മൾ അനുഭവിക്കുന്നതെന്നും ഇരു നേതാക്കളും പറയുകയുണ്ടായി. ഇനി ഇന്ത്യയിലെ ലോക്സഭാ, നിയമസഭാ മണ്ഡലങ്ങളുടെ ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള ഉടച്ചുവാർക്കലാണ് യഥാർത്ഥത്തിൽ പുനർനിർണയം. ഇത് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയെ ആധാരമാക്കിക്കൊണ്ട് കാലാകാലങ്ങളായി നടത്തിവരുന്നതുമാണ്. 2026 മണ്ഡല പുനർനിർണയം ജനസംഖ്യാടിസ്ഥാനത്തിൽ നടന്നു കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വൻതോതിൽ വർദ്ധിക്കുകയും ദക്ഷിണേന്ത്യയിൽ ഒന്നുകിൽ കുറയുകയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ തുടരുകയോ ചെയ്യും. ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ ജനസംഖ്യ 7.6 കോടിയാണ്. ലോക്സഭാ സീറ്റുകൾ 39. ഉത്തർപ്രദേശിലാണെങ്കിൽ 22 കോടിയിൽ കൂടുതലാണ് ജനസംഖ്യ. അവിടെ നിലവിൽ ലോക്സഭാ സീറ്റുകൾ 80 ആണ്.
ജനസംഖ്യാ അനുപാതം വെച്ചുകൊണ്ട് പുനർനിർണയം നടന്നു കഴിഞ്ഞാൽ യു.പിയിൽ 40 സീറ്റുകൾ വർദ്ധിക്കുകയും തമിഴ്നാടിന് 1 സീറ്റ് പോലും വർദ്ധിക്കുകയില്ല എന്നതാണ് വാസ്തവം. പുനർനിർണയം വരുമ്പോൾ നിലവിൽ ബീഹാർ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് 40+14 അതായത് 54 സീറ്റുകളാണ് ലഭിക്കുക. അതായത് 85 സീറ്റുകളായി അത് വർദ്ധിക്കും. 20 ലക്ഷം ജനങ്ങൾക്ക് 1 ലോക്സഭാ സീറ്റ് എന്ന നിലയിലാകും സീറ്റുകൾ നിർണ്ണയിക്കുക. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ 2 ലോക്സഭാ സീറ്റുകൾ കുറഞ്ഞുകൊണ്ട് 20-ൽ നിന്നും 18 ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. 1976-ൽ നടന്നതുപോലെ 10 ലക്ഷത്തിന് 1 ലോക്സഭാംഗം എന്ന നിലയിൽ പുനർനിർണയം വന്നു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിനും ഉത്തരാഖണ്ഡിനും മാത്രമായി 250 MP-മാർ ഉണ്ടാകും. ബീഹാർ, ജാർഖണ്ഡ് 169, രാജസ്ഥാൻ 82, തമിഴ്നാട് 76, കേരളം 36 എന്ന നിലയിലാകും പാർലമെന്റിൽ അംഗങ്ങളുണ്ടാകുക. കർണാടകം ഒഴികെ തെക്കേ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും BJP ശക്തമല്ല. ഹിന്ദി ബെൽറ്റിലാണ് അവരുടെ കരുത്ത്. അതുകൊണ്ട് തന്നെ മണ്ഡല പുനർനിർണയം തെക്കേ ഇന്ത്യക്ക് നിർണായകവുമാണ്. യോജിച്ച് പോരാടിയില്ല എങ്കിൽ ഭാവിയിൽ അത് വലിയ ദോഷമായി മാറുക തന്നെ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് 1000-ലധികം അംഗങ്ങൾക്ക് ഇരിക്കാനുള്ള വിധത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരം BJP നിർമ്മിച്ചിരിക്കുന്നത്. അവസാനമായി മണ്ഡല പുനർനിർണയം നടന്നത് 1976-ലാണ്. അന്ന് ജനസംഖ്യ 63 കോടിയായിരുന്നു. ഇന്ന് 50 കൊല്ലത്തിന് ശേഷം ജനസംഖ്യ ഇരട്ടിയിലധികം 145 കോടി കടന്നിരിക്കുകയുമാണ്. ഇന്ത്യയിൽ ആദ്യം മണ്ഡല പുനർനിർണയം നടന്നത് 1952-ലായിരുന്നു. അന്ന് ലോക്സഭാ സീറ്റുകൾ 494 ആയിരുന്നു. 1963-ന് ശേഷം രണ്ടാമത് പുനർനിർണയം നടന്നപ്പോൾ സീറ്റുകൾ 522-ആയി ഉയർന്നു. 1973-ൽ നടന്ന പുനർനിർണയത്തിൽ സീറ്റുകൾ 542-ആയി മാറപ്പെട്ടു. 2002-ൽ വീണ്ടും മണ്ഡല പുനർനിർണയം നടന്നപ്പോൾ തെക്കൻ സംസ്ഥാനങ്ങളുടെ ശക്തമായ എതിർപ്പ് മൂലം സീറ്റുകൾ ഉയർത്താതെ അതേപടി നിലനിർത്തുകയായിരുന്നു. കരുണാനിധിയും ചന്ദ്രബാബു നായിഡുമായിരുന്നു അന്ന് പ്രതിരോധ നിര ഉയർത്തിയത്. ഇന്നിപ്പോൾ ശക്തമായ രീതിയിൽ തന്നെയാണ് തെക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പ്രതിഷേധിക്കുന്നത്. ഈ പ്രതിഷേധം ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് മണ്ഡല പുനർനിർണയം എന്ന ആശയത്തെ ചെറുക്കാനാകൂ.